First
ക്ലാപ്പ് ചെയ്യാം. ജോണി സാറാണ് ഏറ്റവും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്യാം. ഒരാളെ എത്ര ക്ലാപ്പ് ചെയ്തിട്ട് ഒറ്റ തവണ. ഓക്കെ, നമ്മൾ 61 പറഞ്ഞ 64 ആരും അങ്ങനെ ഓവർ സ്മാർട്ട് ഒന്നും വേണ്ട. 64 പേര് ഇങ്ങനെ ഒരു തവണ ക്ലാപ്പ് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യാൻ എന്തോരം സമയം വേണ്ടി വരും? 64 പേര് ഒരു തവണ ക്ലാപ്പ് ചെയ്തിട്ട് ഈ ക്ലാപ്പ് ഇവിടെ അവസാനിക്കാൻ എത്ര സമയം വേണമെന്ന് എന്റെ ചോദ്യം. 3 minutes. ഓക്കെ, ഞാൻ വിനുകുമാർ സാറ് പറഞ്ഞ സമയം എടുക്കാം. സാറ് ഒരാളുണ്ട് ELL എത്തുന്ന ഒരാളാണ്. സാറില്ല, സാറ് 50 seconds ആണ്, 60 seconds. ഓക്കെ, 60 സെക്കൻഡ് വരെ 1 മിനിറ്റ് അല്ലേ സാർ? ഓക്കെ, 1 മിനിറ്റ് ആണ് വിനുകുമാർ സാർ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം 1 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറ, 1 മിനിറ്റ് കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അടുത്ത കൊല്ലത്തെ ക്ലബിന്റെ പ്രസിഡന്റ് നിങ്ങൾക്ക് ഒരു ആവേശം ഉഷാറിലൊക്കെ എങ്ങനെ വരും? അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വാശിയിൽ അത് 1 മിനിറ്റ് ആക്കണമെന്ന് വാശിയൊന്നും വേണ്ട. നിങ്ങൾക്ക് 1 മിനിറ്റ് താഴെ ചെയ്യാൻ പറ്റും, ചെയ്യണം. ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ ഒട്ടും ഗ്യാപ്പ് എടുക്കാതെ അടുത്താൾ അടിച്ചാൽ മതി. നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെ ആകും? നിങ്ങളുടെ വലതുവശക്കുന്ന ആളെ ശ്രദ്ധിക്കണം, റൈറ്റിൽ നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കണം. എന്നാലേ പറ്റുമോ. എവിടെയെങ്കിലും നോക്കി നിങ്ങൾ മറന്നുപോകും, സ്പീഡ് കുറയും, അപ്പൊ നമ്മുടെ സമയം കൂടി പോകും. ഷാൽ വി ഓൾ ട്രൈ? 60 seconds റെഡി അല്ലേ? ഓക്കെ, ആരും ഉഴപ്പല്ലേ പ്ലീസ്, ഉറങ്ങല്ലേ. വെറുതെ എവിടെ നിന്നാട്ടിങ്ങനെ റൂമിൽ പോയിട്ട് അറിയാം, ചില ആൾക്കാർ റൂമിൽ പോയിട്ട് വന്നത് എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും ഇത് ഓർമ്മ വേണം, ഇത് അധികം വന്നു. നിർമ്മല സാറേ, ഞാൻ 1 2 3 ഒട്ടും സാറ് ലേറ്റ് ആവരുത്. 1 2 3 പറയുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവരും ഒന്ന് ഉഷാറായിരിക്കണേ. നമുക്ക് നോക്കാൻ 60 സെക്കൻഡ് പറ്റുമോ? പറഞ്ഞോട്ടെ, എല്ലാവരും ശ്രദ്ധിക്കണേ. നിർമ്മല സാർ 1 2 3 സ്റ്റാർട്ട്. പോട്ടെ പോട്ടെ, അടിച്ചോ. ഓക്കെ, ഓക്കെ, 19.65 seconds, 19.65 സെക്കൻഡ്. I challenge you, next time you will do it in 15 seconds. അടുത്ത തവണ ഇതിനു മുമ്പുള്ള ആർസിസ്റ്റി വർക്ക്ഷോപ്പ് ആയാലും മറ്റ് പ്രോഗ്രാംസ് ആയാലും നമുക്ക് കിട്ടാവുന്നതിന്റെ ഏറ്റവും നല്ല വെന്യൂ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാത്തിനും അല്പം ചിലവ് കൂടുതലാണെങ്കിലും അതിനൊന്നും ഒരു കുറവും വരുത്താത്ത രീതിയിൽ തന്നെ വെന്യൂസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 4ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലും ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അത് പറയുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇനി വരുന്ന മീറ്റിങ്ങുകളിൽ നല്ല നല്ല വെന്യൂകൾ കണ്ടെത്തുന്നതിന് സഹായകമാകും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നല്ല ഒരു വർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഒരു വലിയ പ്രോജക്റ്റ്, ഒരു സമാന്തര ഗവൺമെന്റ് പോലുള്ള പ്രോജക്റ്റ് ചെയ്യുന്നത് പോലുള്ള പ്രോജക്റ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത്. 25 പ്രോജക്റ്റുകൾ, ചില്ലറയല്ല, കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് വരുന്നത്. അതിന് നമ്മൾ 4500ഓളം വരുന്ന മെമ്പർമാരിൽ പരമാവധി കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ അതിലോട്ട് എത്തുകയുള്ളൂ. അതുകൊണ്ട് പ്രസിഡന്റുമാരായാലും അവരുടെ സെക്രട്ടറിമാരായാലും നമ്മളെ ക്ലബിലുള്ള നല്ല മെമ്പർമാരായാലും ഒക്കെ ARSലോട്ട് കടന്നു വരണമെന്നുകൂടെ ഈ തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. 12:53 സമയം. നമുക്ക് 1:10 ഓൾറെഡി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർക്കുകളിലും കോമൺ ഏരിയാസിൽ എക്സസൈസ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അത് മാനുവലി ഓപ്പറേറ്റഡ് മെഷീൻസ് ആണ്. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള മെഷീൻസും ആയിരിക്കും. അത് നമ്മൾ അടുത്തുള്ള പാർക്കിൽ കണ്ടെത്തി അതിൽ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അത് എല്ലാ ക്ലബ്ബുകളും അത് ചെയ്യണം. സമൂഹത്തിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണത്. അറിയാമല്ലോ എല്ലാവർക്കും. ഇപ്പോൾ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ പല രീതിയിൽ നമ്മൾ നടക്കുന്നതെല്ലാം കാർഡിയോ എക്സസൈസസ് ആണ്. ഇത് ഈ വയസ്സാവുന്നതനുസരിച്ച് നമ്മുടെ മസിൽ പവറും ജോയിന്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നതാണ്. അതിനെല്ലാം ഒരു റെമഡി ആയിട്ടാണ് ഈ അങ്ങനത്തെ മെഷീൻസാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എല്ലാ ക്ലബ്ബുകളും സഹകരിക്കണം. ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എല്ലാവരും ഞാൻ അത് ഉൾപ്പെടുത്തി മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിലിടും. ഞാൻ പലരുമായിട്ട് പേഴ്സണലി സംസാരിച്ചു കഴിഞ്ഞു. RC-മാരായാലും SHC-മാരായാലും പ്രസിഡന്റുമാരായാലും എല്ലാവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും സഹകരണം വേണം. ഈ ഒരു പദ്ധതി ഈ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നടപ്പാക്കി മറ്റുള്ള ഡിസ്ട്രിക്റ്റുകൾക്ക് മാതൃകയായി വരത്തക്ക രീതിയിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഞാൻ മറ്റുള്ള ഡീറ്റെയിൽ എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു. എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അവിടുത്തെ ഓരോ പ്രോഡക്റ്റ് അവർ ചെയ്യുന്നത് ഇറ്റ് ഇസ് ദെയർ സ്കിൽ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ അന്നത്തെ ദിവസം ഒരു
അരമണിക്കൂർ അവരുടെ പെർഫോമൻസ് ഇൻ ദി സ്കേറ്റ് ബോർഡ്, അവർ തന്നെ നിർമ്മിച്ച സ്കേറ്റ് ബോർഡിലെ പെർഫോമൻസും അതോടൊപ്പം അവർക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെ ടിപ്സും അത് നമ്മുടെ IMAയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും അത് ചെയ്യുന്നത്. അന്ന് 15-ാം തീയതി 3 മണിക്ക് മുതൽ 4 മണി വരെയാണ് ഫംഗ്ഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. DJ ആയിട്ട് സംസാരിച്ചു, അദ്ദേഹം തന്നെയാണ് ഉദ്ഘാടകൻ. ഇതാണ് ഈ ജൂലൈ 15-ലെ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സാർ. എല്ലാ ക്ലബ്ബുകളെയും കൊണ്ടുവന്ന് അറിയിച്ചിട്ട് അപ്പോൾ ഇത് വരാൻ കഴിയുന്നത് ഇവിടെ വന്ന എല്ലാ പ്രസിഡൻസും അവരുടെ ക്ലബ്ബുകളെ ഇൻഫോം ചെയ്യുക. അതോടൊപ്പം നിങ്ങളെ എല്ലാവരെയും ഈ ഒരു ഫംഗ്ഷന് ക്ഷണിക്കുന്നു. അത് വളരെ ചെറിയൊരു സ്ഥാപനമാണ്, അപ്പോൾ അതിൻ്റെ സ്ഥലപരിമിതി കൂടെ ഞാൻ ഇപ്പോഴേ പറയുകയാണ്. എന്നാലും നമ്മുടെ പാർട്ടിസിപ്പേഷൻ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ദേ വിൽ ബി ഓൾസോ വെരി ഹാപ്പി ഫോർ ദാറ്റ്. അല്ല, അവരുടെ സ്കിൽ നമ്മൾ ക്ലബ്ബ് തലത്തിൽ നടപ്പിലാക്കാനും കഴിയുമോ? അത് ചെയ്യാൻ പറ്റും. അവരവരുടെ പരിസരത്തുള്ള ഏതെങ്കിലും, അതായത് സ്കിൽ ആയിരിക്കും, ഒരു പ്രത്യേക സ്കില്ലായിരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ജൂലൈ 15-ന് അത് നിങ്ങളുടെ ഏരിയയിൽ, ഇപ്പോൾ അതർ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെ ഏതെങ്കിലും സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇനിഷ്യേറ്റീവ് നടത്തി ചെയ്ത് ജൂലൈ 15-ാം തീയതി അത് ഒബ്സർവ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് ഓൺ ബിഹാഫ് ഓഫ് DG. താങ്ക് യു സാർ, താങ്ക് യു. നമുക്ക് എൻവയൺമെന്റിന്റെ തീർച്ചയായും ഈ പരിശീലനങ്ങളിലൂടെ ശരിയായ കണ്ണട നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ കാഴ്ചയെ തിമിരമില്ലാതെ കാണുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരെയും, പങ്കെടുത്ത എല്ലാ ലയൺസ് നേതാക്കളെയും സുഹൃത്തുക്കളെയും, ഇതിന് നമുക്ക് അവസരമൊരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട DGയെയും, ഡിസ്ട്രിക്ട് 380യുടെ അമരക്കാരനായി നമ്മെ നയിക്കാൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണും പൂട്ടിയിരുന്നാൽ മതി. പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സുകളിലും കരങ്ങളിലും കൂടെ ഈ ഹരിപ്പാട് മുതൽ പാറശാല വരെയുള്ള ഈ പ്രദേശത്ത് വ്യാപിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് തന്നെയാണ് ബഹുമാന്യരായ പ്രസിഡന്റുമാർ ഇന്ന് ഈ ഒരു പ്രസിഡന്റ് സ്കൂളിൽ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഊർജം. അത് ക്ലബ്ബുകളിലൂടെ, അംഗങ്ങളിലൂടെ ഈ പ്രവർത്തന മേഖലയാകെ പടർന്നു പന്തലിക്കട്ടെ. 21-22 വാമൻ സാറിൻ്റെ ELL ട്രെയിനിങ് പ്രോഗ്രാമിന് ഞാൻ എറണാകുളത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബെസ്റ്റ് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു ഞാൻ. അതുകൊണ്ടാണ് വാമൻ സാർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ പ്രാവശ്യം ഓരോ കൊട്ട് തന്നുകൊണ്ടിരുന്നത്. സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി. ഇവിടെ ഇരുന്ന് ഞാൻ സാറ് പറയുമ്പോൾ എൻ്റെ ക്ലബിനെ കുറിച്ച് ഓർത്താണ് ഞാനിരുന്നത്. കാരണം ഇക്കാര്യം അവിടെ ചെയ്യണം. ക്ലബ് മെമ്പേഴ്സും ആയിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രം, ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ക്ലബ് മെമ്പേഴ്സ് സമ്മതിച്ചാൽ വളരെയേറെ സന്തോഷം. എൻ്റെ ക്ലബ് മെമ്പർ കൂടിയായ പ്രദീപ് സാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നത്. കാരണം ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യണമെന്ന് എന്നെ പ്രസിഡൻ്റായി എടുത്തപ്പോൾ തന്നെ ഞാൻ ഒരു 1 ഇയർ പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ ക്ലാസ്സും കൂടെ ആയപ്പോൾ ഏറെക്കുറെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത് ചെയ്യാനുള്ള ഒരു സാവകാശം എൻ്റെ ക്ലബിലെ മെമ്പേഴ്സ് എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സാർ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും, പല എക്സാമ്പിൾസും പറഞ്ഞു. ഒരുപാട് ഹാർട്ട് ടച്ചിങ് ചെയ്ത ഓരോ എക്സാമ്പിൾസ് ആയിരുന്നു. അതിൽ പറയുമ്പോഴും ഇന്നലത്തെ ക്ലാസ് മുതൽ ഞാൻ സാറ് പോകുന്നത് വരെയും, അല്ലെങ്കിൽ ഈ ക്ലാസ് ഇപ്പോൾ ഈ മൊമെൻറ്റ് വരെയും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ ഞാനിങ്ങനെ ഓർത്തോർത്തിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട, നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കലാം സാറ് ഒരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്ത് ആ ഫംഗ്ഷനിൽ വെച്ചാണ് സാർ മരണപ്പെടുന്നത്. ആ സമയത്ത് സാറിനെ എസ്കോർട്ട് പോയ ഒരാൾ സാറിന് അത്രയും മണിക്കൂർ, 3 മണിക്കൂർ സാറിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സാർ ഇത്രയും സമയം നിന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് സാർ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. പക്ഷെ എൻ്റെ മനസ്സ് തോന്നിയ ഒരു കാര്യം, ആ മനുഷ്യൻ അത്രയും സമയം നിന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കലാം സാർ ഇന്നും ജീവിച്ചിരിക്കുമെന്നായിരുന്നു. ബിക്കോസ് സാറിന് ആ സ്ട്രെയിൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും സമയം ആ വ്യക്തി അങ്ങനെ നിന്നപ്പോൾ ആ ഒരു മനസ്സിൽ ആ ഒരു വേദന ഉണ്ടായിരുന്നു. സാറിന് അറ്റാക്ക് വന്നാണ് സാറ് അങ്ങനെ ആ ഒരു സദസ്സിലിരുന്നത്. ഞാൻ വിചാരിച്ചത് സാറിന് ആ ഒരു സ്ട്രെയിൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ജീവനോടെ സാറ് ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് കിട്ടിയ 2 മിനിറ്റായി ഈ ഒരു സെഷൻ എത്രയും നല്ലതായിരുന്നു. ഇതിന് എഫേർട്ട് എടുത്ത് ഈ ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്ത വഹാബ് സാറിനും മെമ്പേഴ്സിനും 1000 നന്ദി പറയുന്നു. അതുകൂടാതെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി, പല ഹോട്ടൽസിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ
ഒന്നിനും ഒരു പരിമിതിയില്ലായിരുന്നു. ഫുഡിനായിരുന്നാലും നമ്മുടെ റൂമിലെ കാര്യങ്ങൾക്കും ഇവിടെ നമുക്ക് വെക്കുന്ന ഓരോ കാര്യങ്ങൾക്കായിരുന്നാലും ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ആരും നമ്മളെ ഒന്ന് നോക്ക പോലും ഇല്ലായിരുന്നു. അത്രയേറെ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. പിന്നെ സാറ് പോയി കഴിഞ്ഞു, അതുകൊണ്ട് സാറിന് പ്രത്യേകിച്ച് നന്ദി പറയാൻ പറ്റില്ല. സാറിന് ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത സാറിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഞാൻ എൻ്റെ ക്ലബിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല പ്രോജക്റ്റുകൾക്കും നമ്മുടെ ലയൺസ് ഫ്രട്ടേണിറ്റിയുടെ മുഴുവൻ സപ്പോർട്ടും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രസിഡന്റുമാരും അതിൽ സഹകരിക്കണം. എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അത് ചെയ്യാനുള്ള എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ ക്ലബിനെ കൂടെ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എപ്പോഴും ന്യൂനത മാത്രം പറയാൻ പറ്റില്ലല്ലോ. ഞാൻ സാറിൻ്റെ ക്ലാസ് നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സാണ്. അതിനേക്കാളും 10 മടങ്ങ് നല്ലതായിരുന്നു ഇപ്പോഴത്തെ ക്ലാസ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു അഭിപ്രായം പറയാൻ, എന്നെ ഇങ്ങനെ വിളിച്ചതുകൊണ്ട് എനിക്കൊരു സംശയം. എനിക്ക് അങ്ങനത്തെ ഒരു എൻ്റെ കൂടെ സഹകരിക്കും. ജനഗണമംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. നിർത്തിയിട്ട് വേറെ ആരും മറ്റേ ബാക്കി കൂട്ടിയിട്ട് വാ. ഏതെങ്കിലും സ്ഥലത്ത് നിർത്ത്, എന്നിട്ട് ആൾക്കാരെ കൂട്ടിയിട്ട് വാ. അങ്ങനെ ചെയ്യും. ഒരു സ്ഥലത്തേക്ക് വിളിക്ക്. ആരെങ്കിലും പോയിട്ട് വിളിച്ചിട്ട് വാ. സർക്കിളായിട്ട് നിന്നോ, എവിടെയെങ്കിലും സർക്കിളായിട്ട് നിന്നോ. കമാൻ, നിങ്ങൾക്ക് എല്ലാവരും വീട്ടിലുള്ള സമയമുണ്ട്. കമാൻ, വിട്ടുകൊടുക്കല്ലേ. 100 പോയിന്റല്ലേ. ഏറ്റവും കൂടുതൽ മെമ്പർമാർ അവരുടെ ടീമിന് 100 പോയിന്റ് കിട്ടും. എവിടെയെങ്കിലും മാറി വരുന്നോ? എല്ലാവരും ഇങ്ങോട്ട് വരണ്ട. എവിടെയെങ്കിലും മാറി നിൽക്കാം. ഏതെങ്കിലും ഗ്യാപ്പിൽ നിൽക്കാം. എവിടെയെങ്കിലും നിൽക്കാൻ മാറി ആൾക്കാർക്ക് കണ്ടുപിടിക്കും. മതി, എത്ര വേഗം കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. കുറച്ച് മാറി നിന്നോ. അവിടെ ലേശം മാറി റൗണ്ടായിട്ട് അവിടെ റൗണ്ടായിട്ട് അവിടെ നിന്നോ. ഏതാ ആരും വേറെ ആരും ഉണ്ടോ? ഇന്ന് ലേശം കണ്ടിട്ട് പറയുന്നു. 3 പേരെ ഉള്ളല്ലേ? ഓക്കെ, റൗണ്ടായിട്ട് നിന്നാട്ടെ. നിങ്ങൾ ഒരു ടേബിൾ ചുറ്റും റൗണ്ടായിട്ട് നിന്നാട്ടെ. ഓക്കെ, ഞാൻ സമയം തിരമാണ്. നിങ്ങൾ ഇങ്ങനെ നിന്ന് എനിക്ക് മനസ്സിലാവില്ല ഏത് ടീമാണെന്ന് മനസ്സിലാവണ്ടേ. തുളസി, ഒരു ടേബിൾ ചുറ്റും റൗണ്ടായിട്ട് നിൽക്കും. ആൾക്കാരെ പറ്റി ഒരു ടേബിൾ ചുറ്റും റൗണ്ടായിട്ട് നിൽക്കും. ഏതെങ്കിലും ടേബിൾ ചുറ്റും റൗണ്ടായിട്ട് നിൽക്കും. ദിസ് ഈസ് പ്രോപ്പർ. നിങ്ങൾ ഒരു ടേബിൾ ചുറ്റും റൗണ്ടായിട്ട് ഉള്ളവർ എത്രയും കുഴപ്പമില്ല. എന്നാലേ നമുക്ക് മനസ്സിലാവും. ഒരു ടേബിൾ ചുറ്റും റൗണ്ടായിട്ട് നിന്നാട്ടെ. ഏതെങ്കിലും ഒരു ടേബിൾ സെലക്ട് ചെയ്തിട്ട് ആ ടേബിൾ ചുറ്റും റൗണ്ടായിട്ട് നിൽക്കുക. ഏതെങ്കിലും. ഓക്കെ, വണ്ടർഫുൾ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഏതെങ്കിലും ടേബിളിൽ പോവാതെ അനാഥ പ്രേതങ്ങളായി നിൽക്കുന്ന ഏതെങ്കിലും അനവല്ലാതി ഇവിടെ ഉണ്ടോ? ഒരു ടീമിനും പെട്ടിട്ടില്ല. ഞാൻ എവിടെ? ജേക്കബേ, നീ അതിൽ പെട്ടോ? ഇല്ല. നമ്പർ 1 എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. എത്ര പേരുണ്ട്? ബ്യൂട്ടിഫുൾ. 4, 5 പേര്. നമ്പർ 1 വരെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ? ഇല്ല. നമ്പർ 2 ആരാ? എത്ര പേരുണ്ട്? 6 പേരും 6 പേരും കണ്ടുപിടിച്ചു. വണ്ടർഫുൾ. നമ്പർ 3 എവിടെയാ? 6 പേര്. വണ്ടർഫുൾ. നമ്പർ 4 എത്ര പേര്? 5. നമ്പർ 6 നമ്പർ 5 11. എന്നാ മോനെ, ഞാൻ പെടുന്നില്ലേ? നമ്പർ 5 11. നമ്പർ 6 എത്ര പേര്? 4 പേര്. നമ്പർ 7 11 പേര്. വണ്ടർഫുൾ. നമ്പർ 8 11. എങ്ങനെ ഇങ്ങനെ എഴുതുന്നത്? 11 അല്ലേ? നമ്പർ 8 11. നമ്പർ 9 നമ്പർ 9. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഇനി 11 പേരുള്ള ആൾക്കാര് നിങ്ങൾ അടുത്തടുത്തുള്ള 2 ടേബിളിലായിട്ട് ഇരിക്കണം. എവിടെയാണ് തീരുമാനിച്ചോളൂ. നിങ്ങളുടെ ഞാൻ പറഞ്ഞു മതി.
നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ടേബിളിലേക്ക് പോയിട്ട് ഞാൻ ബാക്കിയുള്ള ഒരു ചെറിയ ഒരു സിസേറിയൻ സർജറി നടത്താൻ നിങ്ങൾ വെയിറ്റ് ചെയ്യും. 11 പേരുടെ എത്ര ടീമാണ് ഉള്ളത്? 1, 2, 3, 4 ടീമുണ്ട്. ആ 4 പേരും 11 2 ടേബിളായിട്ട് സെലക്ട് ചെയ്തിട്ട് അടുത്തടുത്ത ടേബിളിൽ ഇരുന്നാൽ മതി. മുട്ടിക്കൊന്നും വേണ്ട, ടേബിള് അടുത്തടുത്ത് ഉണ്ടാവണം. ഏതെങ്കിലും സമയത്ത് ഞാൻ ഒരുമിച്ച് ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. 11. ഇനി ഇവിടെ ഉള്ളത് നമ്മൾ എത്ര പേരാ? 4. നിങ്ങൾ എത്ര പേരാ? 6. 6, 4, 10. നിങ്ങൾ ഒരു ടീമെന്ന് പറഞ്ഞോ. നിങ്ങൾ എത്ര പേരാ? 6 പേര്. ഇനി വേറെ ഏതെങ്കിലും ടീമില് ആൾക്കാർ കുറവുള്ളവരുണ്ടോ? 5 പേരുണ്ട്. 5 പേരല്ലേ? വണ്ടർഫുൾ. ഇത് 6, 5, 11 ഇവരുടെ ടീമായിക്കോ. നിങ്ങൾക്ക് 11 ഓക്കെ. ഈ ടേബിൾ നിങ്ങൾ രണ്ടും ഒരു ടീമായി മാറിയാ. ഓക്കെ, ഈ 2 ടേബിൾ തന്നെയാണ് ഇരിക്കുന്നത്. സാറേ, ഒരാള് ഫോണിൽ നിന്ന് അടിക്കുന്നുണ്ട്.